പ്രധാനമായും ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു കുടിവെള്ള പദ്ധതി നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇത് വളരെ നാളുകളായി ഈ പദ്ധതി വിഭാവനം ചെയ്ത് കിഫ്ബി ഈ പ്രോജക്റ്റ് അംഗീകരിച്ചിരുന്നെങ്കിലും പല രൂപത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോയൊരു പദ്ധതിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ക്യാബിനറ്റിൽ പോകേണ്ടി വന്നു ഫയൽ. കാരണം ടെൻഡർ എക്സസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 92.225 കോടിയാണ് ഈ പദ്ധതിയുടെ അടങ്കൽ തുക. ഇത് 2-3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ മുന്നോട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളതുകൂടി പൂർത്തീകരിച്ച് ആകെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തുകയാണ് അനുവദിച്ചുവെന്ന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. ടെൻഡർ എക്സസും അംഗീകരിച്ചു. ഇപ്പോൾ ടെൻഡർ എടുത്തിരിക്കുന്ന മൂവാറ്റുപുഴക്കാരൻ കോൺട്രാക്ടറാണ്. പ്രതിദിനം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് 150 ലിറ്റർ വെള്ളം വെച്ച് കിട്ടും ഒരാൾക്ക്. തുടർന്ന് അതിരമ്പുഴ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഈ ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി അവർക്കും കിട്ടും 150 ലിറ്റർ വെള്ളം വെച്ച്. കടുത്തുരുത്തി മണ്ഡലത്തിലെ 2 പ്രദേശത്തു കൂടി ഈ പദ്ധതിയിൽ നമ്മൾ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് കാണക്കാരി പഞ്ചായത്തും 2 മാഞ്ഞൂർ പഞ്ചായത്തും. അതിൽ കാണക്കാരി പഞ്ചായത്തിൻ്റെ ഒരു 80% ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തിൻ്റെ ആനുകൂല്യം കിട്ടും, വെള്ളം കിട്ടും. നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ 10% പ്രദേശത്തായിരിക്കും ലഭിക്കുക. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകൾ കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര, അതിരമ്പുഴയുടെ ബാക്കി ഭാഗം നീണ്ടുവരും. നേരത്തെ തന്നെ നമ്മൾ ആവിഷ്കരിച്ച പദ്ധതി. അതിൽ കുമരകം തിരുവാർപ്പിന് മുമ്പ് ഞാൻ കോട്ടയം പല്ലായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കൊണ്ടുവന്നൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. അത് പ്രായോഗികമായിരുന്നു, നടപ്പാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജലജീവനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതും കൂടെ വരുന്നതോടുകൂടി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും മുഴുവൻ ആളുകൾക്കും ദാഹജലം ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. സാധാരണഗതിയിൽ നമ്മൾ നിർമ്മാണോദ്ഘാടനം വയ്ക്കുമ്പോൾ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. പക്ഷേ ഇത് കാലകുട്ടി തുടങ്ങിക്കോളാൻ ഞങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളുടെ സ്റ്റാർട്ടിങ്ങാണ് നാളെ വൈകുന്നേരം ഏതാണ്ട് 5:30 മണിയോടുകൂടി ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി കൂടി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാ ജനപ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സണ്, നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, അവരെല്ലാം MP എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. കടുത്തുരുത്തി MLA ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി നല്ലൊരു ജനകീയ പരിപാടിയായിട്ട് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഒരു സഹകരണ സംഘം ഞങ്ങൾ രൂപീകരിച്ച് ബിജു ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി, വേണു കൺവീനറായിട്ടുള്ളൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രൂപത്തിൽ ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ജലത്തിൻ്റെ സ്രോതസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ്. അത് കൃത്യമായി ഞങ്ങൾ തന്നെ നോട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് 20 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂതല സംഭരണിയിൽ സംഭരിക്കുന്ന സാഹചര്യം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 22 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ പൂവത്തുമൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന കടലിൽ ശേഖരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. വെള്ളത്തിൻ്റെ സോഴ്സ് അത് നമ്മുടെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചോളം സമീപ പ്രദേശങ്ങൾക്കും ഏറെ സഹായകരമായി മാറുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. പണി ഇപ്പോൾ ഒരു 380 മീറ്ററോളം പൈപ്പ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പടുത്ത നാളുകൾ ചെയ്ത് പരിചയമുള്ളൊരു കോൺട്രാക്ട് വന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയാണ് സമയത്ത് തന്നെ തീരും. സാധാരണ ഇതിൽ വർക്കൊക്കെ കഴിയുന്ന രീതി അങ്ങനെ ഒരു സ്ഥിതിയല്ല. അതിൽ ബുദ്ധിമുട്ടുള്ള ചില മേഖലകൾ ഞങ്ങൾ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കോടതി പടിക്കൽ ഒരു നേരത്തെ തന്നെ ഒരു ടാങ്ക് സ്ഥാപിച്ച് വെള്ളം കൊടുത്തു തുടങ്ങി. അത് നേരത്തെ ഉണ്ടായിരുന്ന സോഴ്സോടെ പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വളരെ സമയബന്ധിതമായി തീർക്കാൻ കഴിയുന്ന ശേഷിയുള്ളൊരു കോൺട്രാക്റ്റാണ് വർക്കെടുത്തിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് നല്ല നിലയിൽ സഹകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്.